വടക്കാഞ്ചേരി ഓട്ടുപാറ ജില്ലാ ആശുപത്രിക്ക് സമീപം റിലീഫ് മെഡിക്കൽസിന് മുകളിൽ 1500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന റൂം വാടകയ്ക്ക്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും 24 മണിക്കൂറും നിരീക്ഷണ ക്യാമറയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം, ഹാൾ, കിച്ചൺ, 2 ബാത്റൂം അടങ്ങിയ 2 ഫ്ളാറ്റുകളും ഇതോടൊപ്പം ഒരുങ്ങിക്കഴിഞ്ഞു. മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് നഗരഹൃദയത്തിലെ ഈ കെട്ടിടം വാടകയ്ക്ക് ലഭിക്കുന്നതിനായി 8590888153 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി LDF ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റി. പഞ്ചായത്ത് കേന്ദ്രത്തിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് CPIM വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗം KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്തതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ സംബന്ധിച്ച് എനിക്ക് മുൻപ് സംസാരിച്ചവർ ഹ്രസ്വമായി സൂചിപ്പിച്ചു. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ധീര ദേശാഭിമാനികളായ സ്വതന്ത്ര സമര സേനാനികളുടെ സ്വപ്നമെന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മുടെ നാടിൻ്റെ വികസനം പൂർണ്ണമാകണമെങ്കിൽ അധികാരം ഗ്രാമീണ മേഖലകളിലേക്ക് കൈമാറണമെന്നും ഗ്രാമസ്വരാജ് യാഥാർത്ഥ്യമാകുമ്പോൾ മാത്രമാണ് ഇന്ത്യ സ്വതന്ത്രമായതിൻ്റെ ഫലം രാജ്യത്തെ ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയൂ എന്ന കാഴ്ചപ്പാടാണ് ധീരദേശാഭിമാനികൾ മുന്നോട്ട് വച്ചത്. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ ആ നിലപാടുകൾക്ക് ഊടും പാവും നൽകാൻ തയ്യാറായില്ല എന്നു മാത്രമല്ല, അധികാര കേന്ദ്രീകരണത്തിന് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. നാടിന്റെ വികസന നട്ടെല്ലായ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ടുകൾ വെട്ടിക്കുറച്ച് വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് KM അഷറഫ് കുറ്റപ്പെടുത്തി. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഗ്രാമീണ റോഡുകളുടെയും ഗതാഗത സൗകര്യങ്ങളുടെയും പുനരുദ്ധാരണത്തെ ഇത് പ്രതികൂലമായി ബാധിക്കും. ചടങ്ങിൽ നേതാക്കളായ വിപിൻ ദാസ്, KS ദിലീപ്, VP ഗൗതമൻ എന്നിവർ സംസാരിച്ചു. പ്രദേശത്തെ ജനപ്രതിനിധികൾ, പാർട്ടി പ്രവർത്തകർ, ബഹുജനങ്ങൾ ഉൾപ്പെടെ വൻ ജനപങ്കാളിത്തത്തോടെയാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. You are watching VCV News.